ഏഷ്യയിലെ ഏറ്റവും വലിയ വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന് സമാപനം. മലബാർ റിവർ ഫെസ്റ്റ് കയാക്കിംഗ് റാപ്പിഡ് വിഭാഗത്തിൽ ജേതാക്കളായി ന്യൂസിലൻഡ് സ്വദേശികൾ. കയാക്കിംഗ് മേഖലയിൽ ലോകശ്രദ്ധ നേടുന്ന ടൂറിസം ഇവന്റായി മലബാർ റിവർ ഫെസ്റ്റിവൽ മാറിയെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് പറഞ്ഞു. 11ാമത് മലബാർ റിവർ ഫെസ്റ്റിവലിന് ആവേശ സമാപനം. റാപ്പിഡ് രാജാവായി റയാൻ ഒ കൊനേറുവും റാപ്പിഡ് റാണിയായി റാട്ട ലോവൽ സ്മിത്തുമാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഏറ്റവും വേഗം കൂടിയ താരങ്ങളെ തെരഞ്ഞെടുക്കുന്ന അവസാന ദിവസത്തെ ഡൗൺ റിവർ മത്സരങ്ങളിൽ പുരുഷ വിഭാഗത്തിൽ ചിലി സ്വദേശി കിലിയൻ എയ്വേലിയും ഉത്തരാഖണ്ഡ് സ്വദേശി അർജുൻ സിംഗ് റാവത്തും 2ഉം 3ഉം സ്ഥാനം നേടി. വൈറ്റ് വാട്ടർ കയാക്കിങ്ങിന്റെ പ്രധാന വേദിയായി മലബാർ റിവർ ഫെസ്റ്റിവൽ ഉയർത്തപ്പെട്ടു എന്നതാണ് ഇത്തവണത്തെ സവിശേഷത. ഓരോ വർഷം ചെല്ലുന്തോറും വിദേശ കയാക്കർമാർ കൂടിയാണ് വരുന്നത്. ഇവിടെ കയാക്കിംഗ് പരിശീലിപ്പിക്കുന്ന 3ഓളം കയാക്കിംഗ് സ്കൂളുകൾ ഇപ്പോൾ ഇവിടെ ആരംഭിച്ചു. ഇന്ത്യയിലെ തന്നെ ഏക വൈറ്റ് വാട്ടർ കയാക്കിംഗ് സെൻറ്റർ പുലിക്കയത്ത് ടൂറിസം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ 1.5 കോടിയോളം രൂപ ചെലവഴിച്ചാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. മത്സരത്തിൽ പങ്കെടുക്കുവാൻ സാധിച്ചതിൽ സന്തോഷമെന്ന് മത്സരാർത്ഥികൾ പറഞ്ഞു. Excited. I'm super looking forward to racing today. I like the rain, I like the spice, I like the rivers. It's my first time, it's my first time in India, so I was super excited. കേരളത്തിൽ നിന്ന് ക്വാളിഫയറിലായിട്ട് സെലക്ട് ചെയ്ത് ഞാൻ മാത്രമേ ഉള്ളൂ. സന്തോഷമുണ്ട് സെലക്ഷനിൽ. കേരള ടൂറിസം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി, ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ, ത്രിതല പഞ്ചായത്തുകൾ എന്നിവ ഇന്ത്യൻ കയാക്കിംഗ് ആൻഡ് കനോയിങ് അസോസിയേഷന്റെ സാങ്കേതിക സഹായത്തോടെയാണ് അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരമായ മലബാർ റിവർ ഫെസ്റ്റിവൽ 11ാമത് എഡിഷൻ ഒരുക്കിയത്. ഇലവഴിഞ്ഞിപ്പുഴയിലും ചാലിപ്പുഴയിലുമായിരുന്നു മത്സരം. കൈരളി ന്യൂസ്, കോഴിക്കോട്.